അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ രാവിലെ എണീച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ ഓപ്പണാക്കി ഇടലാണ്. വിൻഡോ ഒക്കെ ഓപ്പണാക്കി ഇടുന്ന പരിപാടിയിലാണ്. വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഡോറ് തുറന്ന് ഗേറ്റൊക്കെ തുറക്കലാണ്. ഗേറ്റൊക്കെ തുറന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചെടിക്ക് വെള്ളമൊഴിക്കൽ. ബേക്കിലും ഉണ്ട് മുമ്പിലും ഉണ്ട് ചെടി. അപ്പോൾ ആദ്യം ബേക്കിൽ പോയിട്ട് ചെടിക്കൊക്കെ വെള്ളമൊഴിക്കും. പിന്നെ അടുത്തത് ബാക്ക് സെക്ഷൻ കഴിഞ്ഞ് മുമ്പിലേക്ക് പോകും. മുമ്പിലാണ് ഫ്ലവറിൻ്റെ ചെടിയൊക്കെ ഉള്ളത്. ടേബിൾ റോസ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊഴിക്കും. ഇപ്പോൾ കാലാവസ്ഥ മോശമായതുകൊണ്ട് ചെടിക്കൊക്കെ ഒരു വാട്ടമുണ്ട്. എന്നാലും ഞാൻ 2 നേരം വെച്ച് ഒഴിക്കും. രാവിലെയും വൈകുന്നേരം വെച്ച് ഒഴിക്കലുണ്ട്. ചെടിക്ക് വെള്ളമൊഴിക്കലിന് ഞാൻ കുറച്ച് ഫ്ലവറിൻ്റെ വിത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നടണം. അപ്പോൾ ആദ്യം ഞാൻ ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ, ബാക്കി അവിടെ എടുത്ത് വെക്കും. പിന്നെ കുറച്ച് ചട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ടിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് അതിനെ അപ്ഡേറ്റ് ചെയ്യാം. ഇതേപോലത്തെ കുറേ ഫ്ലവറിൻ്റെ വിത്ത് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആവോ ഇല്ലയോ ഒന്നും അറിയില്ല. നമുക്ക് ഇട്ട് നോക്കാം. ഞാനിതിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിയിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിത്തൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ക്ലിക്കോ ഇല്ലയോ നോക്കാൻ ഞാൻ നോക്കിയിട്ട് വീഡിയോ അപ്ഡേറ്റ് ഷോർട്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ബേക്കിൽ പോയി കുറച്ച് മണ്ണൊക്കെ നനച്ച് അതിലേക്ക് കുറച്ച് പച്ചമുളകിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ഇത് ഞാൻ പൊതുവേ ഇടാറുണ്ട്, കിട്ടലും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഇടയ്ക്ക് കിട്ടലുണ്ട്. അപ്പോൾ അതും നാളെ നട്ട് അത് അവിടെ സെറ്റാക്കി കഴിഞ്ഞ് ഇനി ഇതൊക്കെ ആവോ ഇല്ലയോ ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും അപ്ഡേഷൻ ഞാൻ നോക്കി എടുത്ത് വീഡിയോ ഇടാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കിച്ചണിലേക്കാണ്. കിച്ചണിൽ പോയാൽ ഫസ്റ്റ് പരിപാടി ഇതാ തലേന്ന് കഴുകി വെച്ച പാത്രമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അതിനുശേഷം പിന്നെ അത് കുടിക്കാനുള്ള ചൂടുവെള്ളം വെക്കും. പിന്നെ ഓൾറെഡി ഞാൻ സാമ്പാർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ദോശയാണ് ചുടുന്നത്. ദോശ ചുടാൻ തുടങ്ങി.
ദോശയൊക്കെ ചുട്ട് സെറ്റാക്കി എടുക്കണം. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ചോറിന് അരിയും ഇട്ട് അതും തിളക്കുന്നുണ്ട്. രാവിലെ ഞാൻ അധികം കുക്കറിലാണ് വെക്കാറുള്ളത്, മോൾക്ക് കൊണ്ടുപോകേണ്ടതുകൊണ്ട്. ദോശയൊക്കെ ഞാനിത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് റെഡിയായി, പിന്നെ മോൾക്ക് കൊടുക്കണം. മുട്ട അവിടെ വെച്ചു. ചോറൊക്കെ സെറ്റായിട്ട് ചോറ് ഊറ്റണം. ചോറ് ഊറ്റ വെച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി മോളെ ടിഫീന് സെറ്റാക്കലാണ്. ചോറും സാമ്പാറാണ് ഞാനിന്ന് കൊടുക്കുന്നത്. മോൾക്ക് സാമ്പാർ ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ അധികം സാമ്പാർ തന്നെയാണ് വെക്കാറുള്ളത്. ഞാൻ ചോറ് വിളമ്പി കൊടുക്കാം. ഇനി ലഞ്ച് സെറ്റായതിന് അടുത്ത സ്നാക്കാണ് നമുക്ക് അടുത്ത് വെക്കാനുള്ളത്. ഇന്ന് സ്നാക്കായിട്ട് ഞാൻ ഫ്രൂട്ട്സാണ് വെച്ച് കൊടുക്കുന്നത്. വാട്ടർമെലണാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് മുമ്പ് ഞാനിവിടെ ഹോട്ട് വാട്ടർ ആക്കിയത് ഞാനിത് മോളെ ബോട്ടിലേക്ക് ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചിട്ടേ കൊടുക്കാറുള്ളൂ. ഫ്ലാസ്ക് മോഡലാണ്, അപ്പോൾ ചൂട് കുറച്ച് നേരം നിൽക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല കുടിക്കേണ്ട ഭാഗത്തുള്ള ചൂടുവെള്ളം നല്ല തിളപ്പിച്ച് ഇതാക്കിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ വാട്ടർമെലൺ അവിടെ കട്ട് ചെയ്ത് ഒരു ചെറിയ ഫോർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. മോളെ ലഞ്ച് ബാഗ് സെറ്റായി. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് ബാഗിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ എക്സ്ട്രാ ബോട്ടിൽ വെക്കുന്നത് വെച്ചാൽ നമ്മളെ സ്കൂളിൽ നിന്ന് പാല് ഇടവിട്ട ദിവസങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബോട്ടിൽ വെക്കുന്നത്. പിന്നെ ഒരു തുണിയും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലഞ്ച് ബാഗ് ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോഴേക്കും മോൾ എണീച്ചിട്ടുണ്ടാകും. അപ്പോൾ മോൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. ഫുഡ് ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ ദസ്തി ഇടാൻ തുടങ്ങി. യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഒക്കെ സെറ്റായി. മോൾ റെഡിയായി. ഇതെല്ലാം കഴിഞ്ഞ് ബാഗൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടേക്കണം. ആൾ റെഡിയായിട്ട് ഷൂ എല്ലാം ഇടുന്നുണ്ട്. ഷൂ ഒക്കെ ഞാൻ നേരത്തെ പോളിഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം കൂട്ടാൻ വരുന്ന വണ്ടി വരുന്നവരെ ഇങ്ങനെ മുറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നടിക്കലും ഓടിക്കളിക്കലെല്ലാം ആയിരിക്കും. ഇപ്പോൾ വണ്ടി വന്നു. 9:30 ഉള്ളിൽ വണ്ടി വരും. വണ്ടി വന്നിട്ട് മോള് പോയി. പിന്നെ അടുത്ത പരിപാടി വെച്ചാൽ ടി വിയിൽ ഞാൻ ആദ്യം സോങ് ആളിടും. എന്നിട്ട് പിന്നെ ആദ്യം ഫുഡാണ് കഴിക്കുക. അതിനു മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. മോള് കളിക്കുന്നതെല്ലാം വലിച്ചിട്ടിട്ട് സൺഡേ എല്ലാം കളിക്കുന്നതെല്ലാം വലിച്ചിട്ടിട്ട് തട മൊത്തം അലങ്കോലമായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യം ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോഫി ഇടുന്നു. എനിക്ക് ഒരു ദിവസം ഒരു കോഫി മസ്റ്റാണ്. അപ്പോൾ നമുക്ക് കോഫി ഇടാം. ഞാനിതിവിടെ ഫുഡ് എടുത്തിട്ടുണ്ട്. ദോശയും സാമ്പാറും കോഫിയും. അപ്പോൾ അതൊക്കെ കഴിച്ച് രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ആളെ റൂമിലേക്ക് ഞാനിതാ കൊണ്ടുവയ്ക്കുകയാണ്. ഇതാട്ടോ മോളെ റൂമ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വെക്കണം.
അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതാ തിരുമ്പിയ കുറച്ച് ഡ്രസ്സുണ്ട്, അത് ഒന്ന് മടക്കി വെക്കണം. അതൊക്കെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കും ആൾ. അതൊക്കെ എടുത്ത് തിരിച്ചറിയാം ഞാൻ വെക്കുന്ന സ്ഥലത്ത് തന്നെ ഞാനിത് അതിൻ്റെ ഇവിടെ വെക്കൽ ഈക്കൊക്കെ ഇട്ടിട്ട് സ്റ്റൂളി ബേസിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കും. അപ്പം സാധനമൊക്കെ ക്ലിയറാക്കി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അടിച്ചു വാരലാണ്. നേരത്തെല്ലാം അടിച്ചു വാരിടൽ. അടി ഇവിടെയെല്ലാം കടലാസ് മുറിച്ചിട്ട് കടലാസ് ഇതെല്ലാം ഉണ്ടാവും. അതൊന്ന് ഇനി ക്ലീൻ ചെയ്തെടുക്കണം. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ഞാനത് ഉച്ചക്കത്തെ ഫുഡ് എടുത്തിട്ടുണ്ട്. ഞാനും ഒരു 3-4 പീസ് വാട്ടർ മെലൺ എടുത്ത് സാമ്പാറും എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീനാക്കി വെക്കും. പിന്നെ എന്നിട്ട് പോയിട്ട് ഫ്രഷ് ആവും. അതിൻ്റെ ഇടയ്ക്ക് നിസ്കരിക്കാനൊക്കെ പോവും. പിന്നെ ഈവനിങ് മോള് വരുന്നേ നോക്കി ഇങ്ങനെ പുറത്തിരിക്കും. അപ്പോഴേക്കും ആളെത്തിയിട്ടുണ്ട്. വരുമ്പം തന്നെ 100 കഥകളൊക്കെ പറയാനുണ്ടാവും. സ്കൂളിൽ അങ്ങനെ ഇങ്ങനെ എന്നുള്ള കുറേ കഥകൾ പറഞ്ഞുകൊണ്ടാണ് ആൾ കയറാനി. പിന്നെ ആളൊന്ന് ഫ്രഷപ്പാക്കി എടുത്ത് പിന്നെ ഇനി മദ്രസയിലേക്ക് കൊണ്ടുപോക്കാണ്. എന്തെങ്കിലും ഈവനിങ് സ്നാക്കായിട്ട് എന്തെങ്കിലും തോന്നിച്ച് ഞാനിത് മദ്രസയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരുന്നു. മദ്രസയിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. മദ്രസ ഞങ്ങളിവിടെ താഴെ തന്നെയാണ്, നടത്തിയിട്ട് പോകേണ്ട ദൂരേ ഉള്ളൂ. ഞാനും മോളും കൂടി വൈകുന്നേരം നടക്കും. അതേപോലെ ഞാൻ തിരിച്ച് കൂട്ടാനും പോവും. ഇതാട്ടോ മോളെ മദ്രസ. അത് മോളെ കൊണ്ടാക്കിയിട്ട് വന്നതിന് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിലൊക്കെ അടക്കൽ, കർട്ടനൊക്കെ തിരിച്ചിടലെല്ലാം ഒക്കെയാണ്. പിന്നെ ടിഫിനൊക്കെ കഴുകി വെക്കും. ലഞ്ച് ബോക്സൊക്കെ കഴുകാനുണ്ട്, അത് കഴുകി വെക്കും. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ നമ്മൾ കറി ഒഴിച്ച് വെച്ച പാത്രം കറികളെല്ലാം അതെല്ലാം ഒന്ന് ക്ലിയറാക്കി അത് കഴുകി വെച്ചു. പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് സെറ്റാക്കി. പത്തിലും ചിക്കനുമാണ്. ഈ ചിക്കൻ്റെ റെസിപ്പി ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കും. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വൈകുന്നേരത്ത് ശരിക്കും വെള്ളമൊഴിക്കൽ ഇറങ്ങും. ചെടിക്ക് വെള്ളത്തിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം കൂട്ടാൻ പോകേണ്ട സമയമാവും. പിന്നെ എന്താ കൂട്ടാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ബസ്സിൽ നിന്നെല്ലാം കൂട്ടി തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. വരുമ്പോൾ തിരിച്ച് ബാഗൊക്കെ എൻ്റെ കയ്യിൽ നാളെ ഫ്രീ ആയിട്ട് ഓടിക്കൊണ്ട് പോയിരുന്നു. അങ്ങനെ മദ്രസൊക്കെ വിട്ട് വന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ എന്തെങ്കിലും കുടിക്കാനൊക്കെ കൊടുത്തതിനാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആൾ പഠിക്കാനിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് രാത്രിത്തെ ഫുഡ് കഴിച്ച പാത്രങ്ങളുടെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടക്കും. അതിനിടയ്ക്കൊന്ന് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ഇത്രയൊക്കെയാണ് എൻ്റെ ഡേ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.